Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU S1 Mathsൽ ഫസ്റ്റ് മോഡ്യൂളിന്റെ സെക്കൻഡ് പാർട്ടാണ് റിവിഷൻ ക്ലാസ്. സോ ലെറ്റ് us start. അപ്പോൾ നമ്മൾ ബേസിക്കലി പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഐഗൻ വെക്ടേഴ്സ് വാല്യൂസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ഡയഗണലൈസേഷൻ ആണ്. പിന്നെ ഇതിൽ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ, കാനോണിക്കൽ ഫോം. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് ആണ് ഡയഗണലൈസേഷൻ. Two matrices A and B are said to be similar if there exists an invertible matrix P such that P inverse A into P is equal to B. It is a process by which given matrix A is reduced to a diagonal matrix such that the eigenvalues are same and both are similar matrices. A matrix A is said to be diagonalizable if there is an invertible matrix P called model matrix such that P inverse A into P is equal to D. Okay, where D is the diagonal matrix and D is called the spectral matrix of A. The diagonal elements of D are called spectral values of A. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മോഡൽ മെട്രിക്സ് ഉണ്ടെങ്കിൽ അതായത് A and B എന്ന് പറയുന്നത് സിമിലർ ആണെന്ന് എപ്പോഴാണ് നമ്മൾ പറയാം? If there exists an invertible matrix P such that P inverse A into P എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? B ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും A and B സിമിലർ മെട്രിക്സ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി P inverse AP is equal to D. അതായത് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്തിട്ട് വേറൊരു ഡയഗണൽ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, P inverse A into P is equal to D. അതാണ് ഡയഗണൽ മെട്രിക്സ് D എന്ന് പറയുന്നത്. അപ്പോൾ P inverse AP equal to D ആണ്. അതിൽ നിന്ന് A എന്ന് പറയുന്നത് P inverse ആണ്. So basically A raised to M is equal to P into D raised to M into P inverse ആണ്. അപ്പോൾ ഇത് ഓർഡർ ശ്രദ്ധിക്കണം. അപ്പോൾ A raised to M ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ആഡ് ഓൺ ആയിട്ട് ചോദിക്കാം. ദാറ്റ് ഈസ് ഡയഗണൽ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറയും. എന്നിട്ട് ഫൈനലി A raised to 4 എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്പോഴും ചോദിക്കാറില്ല, ചില ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? A raised to 4 ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡയഗണൽ മെട്രിക്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് A raised to 4 ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. A raised to 4 is equal to P into D raised to 4 into P inverse. കാരണം ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് P അറിയണം അല്ലെ? അപ്പോൾ P യും P inverse കിട്ടും. ഇനി D നമുക്ക് D എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് D raised to 4 ചെയ്യാം. എന്നിട്ട് P into D raised to 4 into P inverse ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A raised to 4 കിട്ടും. ഡയഗണൽ മെട്രിക്സ് കണ്ടുപിടിക്കാൻ സ്ഥിരം ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ അതിൽ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഡയഗണലൈസ് ദ മെട്രിക്സ് എ. ഒരു മെട്രിക്സ് വന്നിട്ട് അതിനെ ഡയഗണലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ കുറച്ച് പോർഷൻ, ഒരു മെയിൻ പോർഷൻ നമ്മൾ ഐഗൻ വാല്യൂസ്, ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞതാണ്. അത് തന്നെയാണ് നമ്മൾ ഇതിലും ഫോളോ ചെയ്യേണ്ടത്. മനസ്സിലായി? ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. ആദ്യം അപ്പോൾ എന്ത് ചെയ്യണം? ഡിറ്റർമിനന്റ് A മൈനസ് ലാംഡ ഈക്വൽ ടു 0 കൊടുക്കാം. എന്നിട്ട് ഡിറ്റർമിനന്റ് വാല്യൂ നമുക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമിൽ ഒരു ഇക്വേഷൻ കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ലാംഡ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണ്, അപ്പോൾ റൂട്ട് അല്ല. നെക്സ്റ്റ് ലാംഡ ഈക്വൽ ടു 2 കൊടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 0 കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ലാംഡ 2 ഒരു റൂട്ടാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ തേർഡ് ഡിഗ്രി ഇക്വേഷൻ അതേപോലെ 2 എന്ന് പറയുന്ന റൂട്ട് വെച്ചിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടേംസ് ആണ് 1 മൈനസ് 15 54 0. ഇനി ഇത് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ ഞാൻ പറഞ്ഞില്ലേ സെക്കൻഡ് ഡിഗ്രി ആണ്. സോ ലാംഡ സ്ക്വയർ ലാംഡ, അപ്പോൾ ലാംഡ സ്ക്വയറിന്റെ 1 ആണ് കോഎഫിഷ്യന്റ് വരിക. ഇനി ലാംഡയുടെ മൈനസ് 15 ആണ്. സോ മൈനസ് 15 ലാംഡ. ഇനി നെക്സ്റ്റ് വൺ പ്ലസ് 54 ആണ്. സോ പ്ലസ് 54 ഇസ് ഈക്വൽ ടു 0. ഇനി അത് ബേസ് ചെയ്തിട്ട് അതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6ഉം 9ഉം ഫാക്ടേഴ്സ് കിട്ടും. സോ ഐഗൻ വാല്യൂസ് കിട്ടി 2 6 9. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൻ വെക്ടേഴ്സ് x1 x2 x3 നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ A മൈനസ് 2 ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അതിൽ നിന്ന് ഇക്വേഷൻസ് കണ്ടുപിടിക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ x by a determinant form minus y by z by ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ ഇവിടെ ഇപ്പോൾ മൈനസ് 28 മൈനസ് 24 അതിൽ നിന്ന് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് ഇപ്പോൾ 4 കോമൺ ഫാക്ടർ ആണ്. മൈനസ് 4 കോമൺ ഫാക്ടർ ആണ്. സോ 0 by 4 എന്താ 0 തന്നെയാണ്. ദെൻ മൈനസ് 28 by മൈനസ് 4 എന്താ 7. മൈനസ് 24 by മൈനസ് 4 6 ആണ്. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഐഗൻ വെക്ടർ എന്താ കിട്ടുക? 0 7 6. അതുപോലെ തന്നെ ലാംഡ ഈക്വൽ ടു 6 ആയിരിക്കുമ്പോൾ നമുക്ക് x2 കിട്ടും. സെയിം മെത്തേഡ് തന്നെയാണ്. A മൈനസ് 6i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ആണ്. അതിൽ ഇതുപോലെ എക്സ് വൈ സെഡിന്റെ ടേംസ് എഴുതുക. താഴത്തെ ടേംസ് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലാക്കുക. അപ്പോൾ x2 എന്ന് പറയുന്നത് 1 3 മൈനസ് 1. നെക്സ്റ്റ് കേസ് ലാംഡ ഇസ് ഈക്വൽ ടു 9. ലാംഡ ഇസ് ഈക്വൽ ടു 9 ഇതേപോലെ എക്സ് വൈ മൈനസ് വൈ ബൈ സെഡ് divided by
ഡിറ്റർമിനന്റ് വാല്യൂ 0 0 21. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരു ടേം മാത്രമേ ഉള്ളൂ വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും ഹയസ്റ്റ് ഫാക്ടർ ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ 1 മാത്രമേ വരുള്ളൂ. സോ x/0 y/0 z/1. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ എന്താ കിട്ടുക? 0 0 1. ഇനി നമുക്ക് ഈ കിട്ടിയ വെക്ടേഴ്സ് ഇല്ലേ, അപ്പോൾ അതിന്റെ മെട്രിക്സ് ആണ് എന്ത്? മോഡൽ മെട്രിക്സ് P. സോ P ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? x1 x2 x3. ക്ലിയർ ആയോ? അത് കറക്റ്റ് ആയിട്ട് കോളം ആയിട്ട് എഴുതാം. x1 0 7 6, x2 1 3 - 1, x3 0 0 1. ഇനി ഡയഗണൽ മെട്രിക്സിന്റെ ഫോർമുല എന്താ? D ഈസ് ഈക്വൽ ടു P ഇൻവേഴ്സ് AP അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ P ഇൻവേഴ്സ് കാണണം അല്ലേ? P ഇപ്പൊ കിട്ടി, P ഇൻവേഴ്സ് കാണണം. P ഇൻവേഴ്സ് കാണാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? ഇതേപോലെ അഡ്ജോയിന്റ് കാണണം അല്ലേ? അപ്പോൾ കോഫാക്ടേഴ്സ് കാണണം, ദെൻ ഡിറ്റർമിനന്റ് P കാണണം. അപ്പോൾ ആദ്യം തന്നെ ഡിറ്റർമിനന്റ് P വാല്യൂ കാണണം. സോ ഇവിടെ 0 × 3 × 1 - -1 × 0. അങ്ങനെ ഈ ഡിറ്റർമിനന്റ് വാല്യൂ നമുക്ക് എന്താ കിട്ടുക? -7 കിട്ടും. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ കോഫാക്ടേഴ്സ് നമുക്ക് ഇനി അഡ്ജോയിന്റ് കാണാം അല്ലേ? അപ്പോൾ കോഫാക്ടേഴ്സ് മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ് അത് കണ്ടുപിടിക്കുക. സാധാരണ മെട്രിക്സിൽ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ. സോ ഫസ്റ്റ് എലിമെന്റ് ആണെങ്കിൽ A11 എന്ന് പറയുന്നത് എന്താണ്? A11 എന്ന് പറയുമ്പോൾ അപ്പോൾ ഫസ്റ്റ് എലിമെന്റ് കോഫാക്ടർ. അപ്പോൾ ഇവിടെ നമുക്ക് 3 + 0 ഇപ്പോൾ നേരത്തെ കിട്ടിയ ആ എലിമെന്റ്, അതായത് ഇവിടെ -1 A11 ആയതുകൊണ്ട് -1 ഈ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യാം. 1 + 1 അതാണ് മൈനസ് ഓർ പ്ലസ് സൈൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. സോ ഇതുപോലെ നമുക്ക് -1 + 1 + 1 -1² ദാറ്റ് ഈസ് +1 ആണ്. അപ്പോൾ സൈൻ നമുക്ക് പ്ലസ് കിട്ടി. ഇനി എലമെന്റ് എന്താ വരിക? കറസ്പോണ്ടിങ് 3 × 1 -1 × 0 3 + 0 3 കിട്ടി. അതുപോലെ ബാക്കി എലമെന്റ്സ് ഇപ്പോൾ സപ്പോസ് A21 എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? അപ്പോൾ A21 കറസ്പോണ്ടിങ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. സോ -1 = 2 + 1 21 അല്ലേ? സോ 2 + 1 ഇൻറ്റു ഇതേപോലെ നമ്മൾ 1 × 1 then -1 × 0 അതായത് 1 + 0. സോ നമുക്ക് -1 × 3 എന്ന് പറയുന്നത് മൈനസ് ആണ് ഇൻറ്റു 1. സോ -1 കിട്ടും. അതുപോലെ എല്ലാം കോഫാക്ടേഴ്സും കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ അഡ്ജോയിന്റ് P എഴുതി വെക്കാം അല്ലേ? അഡ്ജോയിന്റ് P എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച കോഫാക്ടേഴ്സിന്റെ മെട്രിക്സ് ആണ്, അത് എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് ആ മെട്രിക്സും കിട്ടും. 3 - 1 0 -7 0 0. ഇനി -25 6 -7. ഇനി P ഇൻവേഴ്സ് എങ്ങനെ കാണാം? അഡ്ജോയിന്റ് P ഇപ്പൊ കിട്ടിയ അഡ്ജോയിന്റ് P മെട്രിക്സ് അത് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് P കാണാം. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് ഇപ്പോൾ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് നമുക്ക് -1/7 കിട്ടിയിട്ടുണ്ട്. സോറി -7 ആണ്. സോ അതിന്റെ റെസിപ്രോക്കൽ, അത് കാരണം താഴെയല്ല വരുന്നത്, ഡിനോമിനേറ്ററിലാണ് വരുന്നത്. സോ -1/7 ഇൻറ്റു അഡ്ജോയിന്റ് P പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയ അഡ്ജോയിന്റ് Pയുടെ മെട്രിക്സ്. ഇനി P ഇൻവേഴ്സ് ഇൻറ്റു A ഇൻറ്റു P ആണ് അല്ലേ? സോ ഇത്രയും പോർഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച P ഇൻവേഴ്സ്, ഇത് നമുക്ക് തന്നിരിക്കുന്ന A, then this one is P നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ആദ്യം A ഇൻറ്റു P ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ കിട്ടിയ രണ്ട് ഇപ്പോൾ A ഇൻറ്റു P ചെയ്യില്ലേ, അത് കഴിഞ്ഞിട്ടാണ് P ഇൻവേഴ്സ് ഇൻറ്റു ഇത് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? സോ ആദ്യം A ഇൻറ്റു P ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് ആണ് 0 6 0 14 18 0 12 -6 9. അപ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യാറില്ല, അതേപോലെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, എലമെന്റ് വൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലി ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയ എലമെന്റ്സ് ആണ് -14 0 0 0 -42 0 0 0 -63. ഇനി -1/7 ഇതുപോലെ ഉള്ളിലേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഓരോ ടേം ഡിവൈഡഡ് ബൈ -7 ചെയ്താൽ മതി. സോ -14/-7 എന്താ 2. അതുപോലെ -42/-7 എന്ന് പറയുന്നത് 6, -63/-7 9. ഓക്കെ, അപ്പോൾ ഡയഗണൽ എലമെന്റ്സ് മാത്രമല്ല ഡയഗണൽ മെട്രിക്സ്, ബാക്കി എല്ലാ എലമെന്റ്സും 0 ആയിട്ട്. Next, reduction to canonical form by orthogonal transformation. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ let Q is equal to x transpose AX. ഇതിപ്പോൾ quadratic form Q, ഒരു equationന്റെ quadratic form Q, x transpose into AX, where A is a symmetric matrix. We can diagonalize it by orthogonal transformation P, whose columns are orthonormal eigenvectors of A. അതായത് നമുക്കിപ്പോൾ A എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, അതിനെ ഡയഗണലൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതാണ് ഒരു സിമെട്രിക് മെട്രിക്സിനെ നമുക്ക് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഡയഗണൽ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യാൻ? നമ്മൾ അതുപോലെ കിട്ടുന്നതിനെയാണ് ഓർത്തോനോർമൽ ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയാം.
അപ്പോൾ അതിൽ പി ട്രാൻസ്പോസ് എ ഇൻറ്റു പി ഇസ് ഈക്വൽ ടു ഡയഗണൽ ഓഫ്, അതായത് ഡയഗണൽ എലമെന്റ്സ് ആണ് ഇത് വരിക, λ1 λ2 എക്സെട്ര λn. n ഉദ്ദേശിക്കുന്നത് ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആണ്. അപ്പോൾ ഈ λ1 λ2 എക്സെട്ര λn എന്തായിരിക്കും ശരിക്കും ആ മെട്രിക്സിൽ നമുക്ക് കിട്ടുന്ന ഐഗൻ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇഫ് വി ഇൻട്രൊഡ്യൂസ് ദ ന്യൂ വേരിയബിൾ വെക്റ്റർ y, ഇപ്പോൾ y എന്ന് പറയുന്ന പുതിയ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇൻ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെയാണെങ്കിൽ അതിന് x ഈക്വൽ ടു പി ഇൻറ്റു വൈ എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് q is equal to x ട്രാൻസ്പോസ് a x, അതായത് x ന് നമ്മൾ p ഇൻറ്റു വൈ കൊടുക്കണം അല്ലേ, അപ്പോൾ py ഹോൾ ട്രാൻസ്പോസ് a ഇൻറ്റു py. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, അതായത് വൈയുടെ മെട്രിക്സ് ദെൻ ഐഗൻ വാല്യൂസിന്റെ മെട്രിക്സ് ഇൻറ്റു വൈയുടെ മെട്രിക്സ്. അതായത് ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റോ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം, ഇത് കോളമായിട്ട് എക്സ്പ്രസ് ചെയ്യണം, ദെൻ ഐഗൻ വാല്യൂസിന്റെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇതാണ് മെയിൻ ഫോം. q is equal to λ1 into y1 square plus λ2 into y2 square plus etc. λn yn square. ഇത് എങ്ങനെയാണ് കിട്ടിയെന്ന് ജസ്റ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതാണ് പഠിക്കേണ്ടത്. q is equal to λ1 y1 square plus λ2 y2 square plus etc. λn yn square. ഇതിനെയാണ് കാനോണിക്കൽ ഫോം എന്ന് പറയുന്നത്. അതിന് വേറൊരു പേര് പ്രിൻസിപ്പൽ ആക്സസ് ഫോം എന്നും പറയും. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇതേപോലെ ചിലതിൽ ഡയഗണൽ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ പ്രിൻസിപ്പൽ ആക്സസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ പോലെ ഐഗൻ വാല്യൂസ് ഐഗൻ വെക്ടേഴ്സ് ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതാണ് പ്രിൻസിപ്പൽ ആക്സസ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാനോണിക്കൽ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇതേ ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് വാട്ട് ടൈപ്പ് ഓഫ് കോണിക് സെക്ഷൻ ദ ക്വാഡ്രാറ്റിക് ഫോം 17x1 square minus 30x1 x2 plus 17x2 square is equal to 128 and transform it to principal axis. ഒന്നെങ്കിൽ ഇത്രയും പോർഷനെ ചോദിക്കുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഏത് ടൈപ്പ് ഓഫ് കോണിക് സെക്ഷൻ ആണ് ഈ ക്വാഡ്രാറ്റിക് ഫോം തന്നിട്ടുണ്ടാവും അങ്ങനെ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു ആഡ് ഓൺ ആയിട്ട് ട്രാൻസ്ഫോം ഇറ്റ് ടു പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ച് വായിക്കുക, ഏതാ ചോദിച്ചിട്ടില്ലേ എന്നുള്ളത് നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു പോർഷൻ കോണിക് സെക്ഷൻ ഏത് ടൈപ്പാന്ന് മാത്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ മാത്രം ചെയ്താൽ മതി. അല്ല ട്രാൻസ്ഫോം ഇൻ ടു പ്രിൻസിപ്പൽ ആക്സസ് ഫോം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് q is equal to 17x1 square minus 30x1 x2 plus 17x2 square is equal to 128 ആണ്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? അത് കാനോണിക്കൽ ഫോം ആണ് അല്ലേ. സോ നമുക്കിവിടെ മെട്രിക്സ് വന്നത് 2x2 മെട്രിക്സ്, അതായത് ഇപ്പോൾ x1 ഉം x2 ആണ് അൺനോൺസ് അല്ലേ. അപ്പോൾ 2x2 മെട്രിക്സ് a11 a12 a21 a22. ഓക്കെ, ഇനി അതിൽ മെട്രിക്സ് നമുക്ക് എലമെന്റ്സ് അറിയില്ല, ജസ്റ്റ് അങ്ങനെ എഴുതി. എന്നിട്ട് നമുക്ക് ഇൻറ്റു ഈ കോഎഫിഷ്യൻസ് ഇല്ലേ അത് നമ്മൾ ഇതുപോലെ മെട്രിക്സിന്റെ ഫോമിൽ എഴുതും. ഓക്കെ, 17. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോൾ ഈ ഫസ്റ്റ് x1 സ്ക്വയറിനും x2 സ്ക്വയറിനും കോഎഫിഷ്യൻസ് ഇവിടെ ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് എഴുതിയിട്ട് ബാക്കി ഇവിടുത്തെ എലമെന്റ്സ് അതായത് a12 a21 കിട്ടുന്നത് ഹാഫ് ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് x1 ഇൻറ്റു x2 ആണ്. മനസ്സിലായല്ലോ? ഇവിടെ ഇപ്പോൾ -30 x1 x2 അല്ല തന്നിരിക്കുന്നത്. സോ x1 x2ന്റെ കോഎഫിഷ്യന്റ് -30 ആണ്. സോ ഹാഫ് ഇൻറ്റു -30 എന്താ വരിക? അപ്പോൾ -15 ആണ്. അതാണ് നമുക്ക് a12 ആൻഡ് a21 ആയിട്ട് എഴുതേണ്ടത്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാധാരണ പോലെ ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ i is equal to 0. അപ്പോൾ നമുക്ക് a എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെ കിട്ടിയാൽ മനസ്സിലായല്ലോ? നമ്മൾ തന്നിരിക്കുന്ന x1 സ്ക്വയറിന്റെയും x2 സ്ക്വയറിന്റെയും ഡയഗണൽ ആയിട്ട് എഴുതാം. ബാക്കി രണ്ട് എലമെന്റ്സിനെ എങ്ങനെ ഹാഫ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് x1 x2 എഴുതാം. അപ്പോൾ a മൈനസ് ലാംഡ i 0 കൊടുക്കുമ്പോൾ ലാംഡ നമുക്കറിയില്ല, അങ്ങനെ തന്നെ എഴുതാം. 17 മൈനസ് ലാംഡ -15 -15 17 മൈനസ് ലാംഡ is equal to 0. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആകെ ഇപ്പോൾ 2x2 മെട്രിക്സ് ആണല്ലോ. 3x3 ആണ് ചോദ്യം വെച്ചാൽ 3x3 മെട്രിക്സിന്റെ ഫോമിൽ എഴുതുക. അപ്പോൾ ഇവിടെ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടേഴ്സ് കിട്ടും, അത് റൂട്ട്സ് കിട്ടും. ലാംഡ is equal to 2 ഉം 32. അപ്പോൾ കറസ്പോണ്ടിങ് കാനോണിക്കൽ ഫോം നമുക്ക് അറിയാം എന്താ? λ1 ഇവിടെ ഇപ്പോൾ 2 ആണല്ലേ. സോ λ1 y1 സ്ക്വയർ പ്ലസ് λ2 y2 സ്ക്വയർ അതുവരെ എഴുതിയാൽ മതി എലമെന്റ്സ്. അതായത് λ1 ഉം λ2 ഉം കിട്ടി, 2 ഉം 32. സോ 2y1 സ്ക്വയർ പ്ലസ് 32 y2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 128 ആണ് തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇതിൽ 120 ഈ RHSനെ 1 എന്ന് പറയുന്ന ഫോമിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ത്രൂ ഔട്ട് ഡിവൈഡഡ് ബൈ 128 ചെയ്യാം. ഓക്കെ, അപ്പോൾ 2/128 y1 സ്ക്വയർ പ്ലസ് 32/128 y2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, സോ y1 സ്ക്വയർ ബൈ 64 പ്ലസ് y2 സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു 1 കിട്ടി. ഇനി ഈ 64 പറഞ്ഞാൽ 8 സ്ക്വയർ ആണ്, 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. അതായത് നമുക്കിപ്പോൾ y1 സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ബൈ b സ്ക്വയർ ഫോം അല്ലേ.
is equal to 1 ഫോം ആണ്. സോ ഇതെന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? എലിപ്സ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് ഏത് വേണമെങ്കിൽ ചോദിക്കാം, ഹൈപ്പർബോള ചോദിക്കാം അല്ലെങ്കിൽ എലിപ്സ് ചോദിക്കാം. ഇവിടെ ഇപ്പോൾ എലിപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് കേസ് കൺസിഡർ ചെയ്യണം ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ. രണ്ട് ഐഗൻ വാല്യൂസ് അല്ലല്ലേ? ഇപ്പോൾ ലാംഡ is equal to 2, ലാംഡ is equal to 2ന് കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ x1 കണ്ടുപിടിക്കാം. അതേപോലെ ലാംഡ is equal to 32ന് കറസ്പോണ്ടിങ് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ടൈപ്പ് കോണിക് സെക്ഷനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഇതുവരെയാണ്, എലിപ്സ് എന്നാണ്. ഇനി കൺവേർട്ട് ഇറ്റ് ഇൻ ടു പ്രിൻസിപ്പൽ ആക്സസ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ബാക്കി ഇത്രയും പോർഷൻ തൊട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയി? അപ്പോൾ ലാംഡ is equal to 2ന് കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് a മൈനസ് ലാംഡ, ഇവിടെ 2 ആണ്, a മൈനസ് 2 അതിന്റെ x equal to 0. അത് ഇതേപോലെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഗൻ വെക്ടർ 1 1 കിട്ടും. അതേപോലെ തന്നെ നേരത്തെ കേസ് 2 ലാംഡ is equal to 32ന് a മൈനസ് 32i ഇൻറ്റു x equal to 0, അതിന് കറസ്പോണ്ടിങ് x2 ഐഗൻ വെക്ടേഴ്സ് മൈനസ് 1ഉം 1ഉം കിട്ടും. ഇനി നമ്മൾ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യാൻ പോവാണ്. സോ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ ഇപ്പോൾ കിട്ടിയ വെക്ടേഴ്സ് ഉണ്ടല്ലോ x1ഉം x2ഉം അതിനെ നമ്മൾ ഓർത്തോ നോർമൽ വെക്ടേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകണം. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, x1 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് x1, മോഡുലസ് അല്ല മാഗ്നിറ്റ്യൂഡ് ഓഫ് x1, അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് x2, ഇത് രണ്ടും സെപ്പറേറ്റ് ആയി കണ്ടുപിടിക്കണം. ഈ മാഗ്നിറ്റ്യൂഡ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? സ്ക്വയർ റൂട്ട് ഓഫ് ഓരോ ടേംസ്. അതിപ്പോൾ സപ്പോസ് ഇവിടെ ഇപ്പോൾ x2 മൈനസ് 1 1 അല്ലേ കിട്ടിയിരിക്കുന്നത്. സോ റൂട്ട് ഓഫ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ഇതെന്താ വരിക? റൂട്ട് 2 ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ x1ന്റെയും വരിക അല്ലേ? സോ നമുക്ക് x1നെ നമ്മൾ ഓർത്തോനോർമൽ ആക്കിയാൽ എങ്ങനെ കിട്ടും? 1 ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു നമുക്ക് ആ മെട്രിക്സ്, അതായത് ഐഗൻ വെക്ടർ x1. അപ്പോൾ 1 ബൈ റൂട്ട് 2 ഇൻറ്റു വെക്ടർ 1 1 കിട്ടി. അതേപോലെ x2നെ ഓർത്തോനോർമൽ ആക്കിയാൽ x2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് x2, അപ്പോൾ 1 ബൈ റൂട്ട് ഓഫ് മൈനസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇനി ഇൻറ്റു വെക്ടർ x2 ആണ്. അപ്പോൾ 1 ബൈ റൂട്ട് 2 ഇൻറ്റു വെക്ടർ മൈനസ് 1 1. അപ്പോൾ മോഡൽ മെട്രിക്സ് P കിട്ടി. എന്താണ് P? ഇപ്പോൾ കിട്ടിയ ഓർത്തോഗണൽ വെക്ടേഴ്സ്, അതായത് ഓർത്തോനോർമൽ വെക്ടേഴ്സ് x1 x2, അതിൽ രണ്ടിലും കോമൺ ആയിട്ട് 1 ബൈ റൂട്ട് ഉള്ളത് കൊണ്ട് അത് നമ്മൾ ഔട്ട് സൈഡ് തന്നെ എഴുതി. കാരണം അതൊരു സ്കെയിലർ മൾട്ടിപ്പിൾ ആണ് അല്ലേ? സോ 1 ബൈ റൂട്ട് ഔട്ട് സൈഡ് തന്നെ എഴുതി. എന്നിട്ട് മോഡൽ മെട്രിക്സ് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മുടെ തന്നിരിക്കുന്നത് 1 1ഉം നെക്സ്റ്റ് കോളം മൈനസ് 1 1. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഓർത്തോഗണൽ പ്രിൻസിപ്പൽ ആക്സസിലേക്ക് കൺവേർട്ട് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളത്? അതെന്ന് പറയുന്നത് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. x equal to p into y. x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺനോൺസ് ഏതൊക്കെയാണ്? x ഉം y ഉം. ഇപ്പോൾ y1 y2 ആണെങ്കിൽ അങ്ങനെ എഴുതാം. ഇപ്പൊ നമുക്ക് അൺനോൺസ്, അത് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ പി വൈയിലാണ് y1 y2. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ഫോമിൽ y1 y2 അല്ലേ? അത് റൈറ്റ് സൈഡിൽ എഴുതാം. x എന്ന് പറയുന്നത് രണ്ട് അൺനോൺസ് x ഉം y ഉം ആണ്. ഓക്കെ, നോർമലി നമ്മൾ പറയുന്നത്. സോ എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇനി p ഇൻറ്റു y. അപ്പോൾ p ഇൻറ്റു y എന്ന് പറയുമ്പോൾ ഇവിടെ സ്കെയിലാർ മൾട്ടിപ്പിൾ 1 ബൈ റൂട്ട് 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. സോ ആദ്യത്തെ ടേം ഓരോന്നും ഡിവൈഡ് ബൈ റൂട്ട് 2 എഴുതുക, അത്രേ ഉള്ളൂ. 1 ബൈ റൂട്ട് 2 മൈനസ് 1 ബൈ റൂട്ട് 2 1 ബൈ റൂട്ട് 2 1 ബൈ റൂട്ട് 2. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് പാർട്സിലും പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ലീനിയർ ആൾജിബ്രയിൽ ഡിസ്കസ് ചെയ്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതല്ലാതെയും ഇതേപോലെ ചെറിയ ചെറിയ ഇപ്പോൾ പോസിറ്റീവ് ഡെഫിനിറ്റ്നസ്, അങ്ങനെ ബേസിക് ക്വാഡ്രാറ്റിക് ഫോം, അതും കുറച്ച് ടോപ്പിക്സ് ഇതേപോലെ ചെറിയ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതും അറിയണമെങ്കിൽ ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.